ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് പേരൊക്കെ എന്നോട് കമൻസിൽ ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് ഇത്ര നാളായിട്ട് വീഡിയോ ഇടാനെന്ന് കുറച്ച് പേര് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ ആദ്യം ജർമ്മനിയിൽ നോർത്തിലായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വീട് മാറി അപ്പാർട്ട്മെൻറ്റ് മാറി ഇപ്പോൾ സൗത്തിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അധികം ബിസി ആയിരുന്നു. അതുകൊണ്ട് 2 മാസത്തോളം ഞാൻ വീഡിയോസൊന്നും ഇട്ടിരുന്നില്ല. അപ്പോൾ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് മുടക്കുകളൊക്കെ കിട്ടി. അപ്പോൾ ഫ്രണ്ട്സും എല്ലാവരും ഫ്രീ ആയപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചൊരു യാത്ര പോവാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ സിറ്റിയിൽ നിന്നും അപ്പം നമ്മുടെ സിറ്റിയിൽ നിന്നും മാറിയിട്ട് ഒരു 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പോകുന്ന ലേക്ക് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ. ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും പ്രൊനൗൺസ് ചെയ്യണതിൽ, നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ആ പോകുന്ന വഴിയിലാണ് ജർമ്മനിയിലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ വെള്ളച്ചാട്ടം പിന്നെ കുക്കു ക്ലോക്കൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതും കൂടി നമ്മൾ കണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പോകുന്ന വഴി നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ, നല്ല വ്യൂ ആണ്. അതും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. പോകുന്ന വഴിയുണ്ടല്ലോ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ സ്ഥലത്തെത്തി. കുക്കു ക്ലോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ക്ലോക്ക് തന്നെയാണ്. അതായത് ഇവിടുത്തെ ട്രഡീഷണൽ ആർട്ടാണ് വുഡ് വർക്കിംഗ് എന്ന് പറയുന്നത്. ഓരോ ക്ലോക്കും അവർ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു വുഡൻ ഫിഗേഴ്സും അതേപോലെ കുക്കു സൗണ്ടും നമുക്കെല്ലാവർക്കും അങ്ങനെ ആദ്യം കേൾക്കുമ്പോൾ നല്ല കൗതുകവും ഇഷ്ടപ്പെടും. പിന്നെ അവിടെ കുറേ ഇതേപോലത്തെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മളൊന്നും അവിടെ നിന്ന് വാങ്ങിച്ചില്ല. കുറേ വാച്ചുകളുണ്ടായിരുന്നു, കുറേ ക്ലോക്കുകളുണ്ടായിരുന്നു. എല്ലാം നല്ല റേറ്റിൻ്റെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഓരോ മണിക്കൂർ കൂടുമ്പോഴും കുക്കു പക്ഷി വന്ന് കുക്കു എന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ ഈ കാണുന്ന കാഴ്ചകളെല്ലാം നമ്മൾ കണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പം നമ്മൾ കുക്കു ക്ലോക്കിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതൊക്കെ കണ്ട് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളച്ചാട്ടം കൂടി കാണുമെന്നുള്ളത്. പക്ഷേ വെള്ളച്ചാട്ടത്തിൻ്റെ മുൻപിൽ വലിയൊരു ക്യൂ ആണ്. അറ്റം തൊട്ട് ഈ അറ്റം വരെ വലിയൊരു ക്യൂ, കുറേ പേരുണ്ട്. ഇപ്പോൾ ഓൾറെഡി സമയം 2 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ആ ക്യൂ നിന്ന് അതും കൂടി കണ്ടു കഴിയുമ്പോൾ പാതിരാത്രിയാവും. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വേറൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ ചാലിൽ കൂടെ കുറച്ച് വെള്ളം, ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ നമ്മളിത് കണ്ട് തൃപ്തി അണയുകയായി. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകണ്ട. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ പാട്ടും കച്ചേരിയൊക്കെ കേട്ട് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മളവിടെ ഒരു പാർക്കിംഗ് സ്പേസ് കണ്ടു കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വണ്ടി ഒതുക്കിയിട്ട് നേരെ ടോയ്ലറ്റിലോട്ട് പോവുകയാണ്. പിന്നെ അവിടെ വെച്ച് തന്നെ നമുക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു. നമ്മൾ ഓൾറെഡി ചോറ് എടുത്തായിരുന്നു കേട്ടോ. ചോറും കുറച്ച് ചൂടുവെള്ളം എടുത്തായിരുന്നു. അപ്പോൾ കഞ്ഞി രൂപത്തിൽ കൊടുക്കാനാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പതുക്കെയാണ് പിന്നെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര തിരിച്ചത്. അങ്ങനെ നമ്മൾ മെയിൻ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ, ലേക്ക് കോൺസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടായിരിക്കും ആ ആകാശത്തിന് താഴെയുള്ള മലകളിൽ നിന്ന് മഞ്ഞ് വീണ് കിടക്കുന്നതാണ് ആ കാണുന്നത്. അത് തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിലത്തെ ബഹളങ്ങൾ കാരണം ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കുകയാണ്. സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ജർമ്മനി ഈ 3 രാജ്യങ്ങളുടെയും ബോർഡറിൽ വരുന്ന ഒരു ലേക്കാണ് ഈ ലേക്ക് കോൺസ്റ്റൻസ് കേട്ടോ. അപ്പോൾ അതിനെ ജർമ്മനിൽ പറയുന്നതാണ് ബോഡൻസി. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ കാണുന്നതാണ് ലേക്ക്. ഒന്ന് തണുപ്പൊക്കെ കുറഞ്ഞ് ഒന്ന് വെയിലൊക്കെ വന്ന് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെയുള്ള ലേക്കിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ. ലേക്കിനോട് ചേർന്ന് തന്നെ ഇതേപോലെ പാർക്കുകളുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കാം, കളിക്കാം. കുട്ടികളൊക്കെ ആയിട്ടായിരിക്കും കൂടുതൽ ആൾക്കാരും വരുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കുണ്ടായിരിക്കും കേട്ടോ. ഈ കാണുന്ന സ്ഥലം അവിടെ എന്തൊരു മ്യൂസിയം പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളവിടെ എത്തിയപ്പോഴേക്കും അതൊക്കെ അടച്ചു പൂട്ടി പോയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ലേക്കിൽ കളിച്ചു. നല്ല തണുപ്പായിരുന്നു ഈ വെള്ളത്തിന്. നല്ല വെയിൽ നല്ല ചൂടുണ്ടെങ്കിൽ പോലും ഈ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് നേരം കല്ലെറിഞ്ഞ് കളിച്ച് പിന്നെ നമ്മൾ കുറച്ച് നേരം പാർക്കിൽ കളിച്ച് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്.
അപ്പോൾ ദേ ഈ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രിയ ഇതിൻ്റെയൊക്കെ ബോർഡറിൽ വരുന്നത് കൊണ്ടാണ് ആ മലകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളതെല്ലാം കണ്ട് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വൈകുന്നേരം ആയപ്പോൾ മെക്കിൽ കയറി ഒരു ബർഗറും കുറച്ച് ഫ്രൈസൊക്കെ കഴിച്ച് അങ്ങനെ ഫുഡ് അടിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.